ഓഫ് ഡേയിൽ ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓഫ് ഡേയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വരാനാണ് ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഞാൻ ഷാർജയിലുള്ള ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഒരു വലിയ ലൈബ്രറിയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രൊഡക്റ്റീവായി പോകും. ഇവിടെ വന്നാൽ നമുക്ക് എല്ലാവരെയും പഠിക്കുന്നവരും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതോ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് മെയിലൊക്കെ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് റീഡിങ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബുക്കൊക്കെ ഇരുന്ന് റീഡ് ചെയ്തു. ഇവിടെ വന്നാലുണ്ടല്ലോ നമുക്കൊരു ടെൻഷനും ഉണ്ടായിരിക്കില്ല. ഇപ്പം നമുക്ക് മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കുള്ള ബുക്സ് ഉണ്ട്. അവർക്ക് ഇരുന്ന് വായിക്കണമെങ്കിലും കിടന്ന് വായിക്കണമെങ്കിലും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ബോളൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. പിന്നെ മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാലാണെങ്കിൽ അവിടെ മുകളിൽ കിടത്താനുള്ള ബെഡൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ബുക്സൊക്കെ വായിച്ചായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്താലും നമുക്ക് മടുക്കില്ല കേട്ടോ. പിന്നെ ഇതൊരു ചെറിയൊരു സ്റ്റോർ പോലത്തെ ഒരു ഏരിയ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് പസിൽസ് ബുക്സൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടുത്തൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇതെൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. ഇതൊരു ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ നല്ല രസമാണ്. കുറേ വെള്ളത്തിൻ്റെ സൗണ്ടും ചെടികളുടെ ആ ഒരു പച്ചപ്പും പിന്നെ ഒരു തണുത്ത കാറ്റൊക്കെ വരും. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രാവിലെയാണ് വന്നത്. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കൂടുതലും ഞാൻ റീഡ് ചെയ്യാറ്. ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത് കേട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് വായിക്കാനോ റീഡ് ചെയ്യാനോ വർക്ക് ചെയ്യാനോ പ്രെയർ ചെയ്യാനോ എല്ലാറ്റിനും അതിൻ്റേതായ ഓരോ സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പ്രെയർ ചെയ്യാനുള്ള ടൈമായിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മെല്ലെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രെയർ റൂമിലോട്ട് പോകുമ്പോഴാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ പ്രെയർ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഏരിയയും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലാം ഭയങ്കര ക്ലീനാണ് കേട്ടോ ഇവിടെ. ലേഡീസിന് സ്പെഷ്യലായിട്ട് പ്രെയർ റൂമുണ്ട്. അപ്പോൾ ഇതാണ് പ്രെയർ റൂം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഭയങ്കര നീറ്റാണ് കേട്ടോ. എപ്പോഴും ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നല്ല നീറ്റായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ എല്ലാ ഏരിയയിലും അങ്ങനെ തന്നെ. ഇവർ നല്ല നീറ്റായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഖുറാനൊക്കെ ഉണ്ട്. നമുക്ക് പ്രെയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഖുറാൻ ഓതണമെങ്കിൽ ഖുറാൻ ഓതാം. അങ്ങനെ അത് പ്രെയറൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെയും അവിടെ വന്നു. എനിക്ക് കുറച്ചും കൂടെ റീഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റീഡ് ചെയ്തു. കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഈദിനെ സംബന്ധിച്ച് ഇവരിപ്പോൾ ഇവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഏതൊക്കെ പ്രോഗ്രാം വേണം എന്നാണ് അതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവരവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ UAE-ലുള്ളവരാണെങ്കിൽ മറക്കാതെ ഇവിടെ വരണം കേട്ടോ. മക്കളെ എന്തായാലും എൻജോയ് ചെയ്യും. അവർക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പുറത്ത് നടക്കുന്ന ഈ കളി മാത്രമല്ല, അവർക്ക് കുറച്ച് റീഡ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു കോൺഫിഡൻസും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ കഫ്റ്റീരിയയും എല്ലാം ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാം. ഇവിടെ കണ്ടോ, ഇവർ ഈ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. ഇത് നമ്മുടെ മക്കളുടെയും നമ്മളുടെയൊക്കെ ക്യാരക്ടറിനെയും നമ്മുടെ ആ ഒരു ദിവസത്തിനൊക്കെ ഒരുപാട് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും കേട്ടോ.